നമ്മൾ ചെയ്തു കൂട്ടിയിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആൾക്കാരാ, നമുക്ക് മൗലിദൊക്കെ ഭയങ്കര സംഭവം, നമ്മൾ ഉറൂസിൻ്റെ ആൾക്കാരാ, അത് പറ്റൂല. ഇത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ഹറാമുകൾ തന്നെ, അനാചാരങ്ങൾ. ഒരു മഖാമിൽ വന്ന് ഒരു കുട്ടിയും പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. അവരല്ലാഹുവല്ല, അള്ളാഹുവിനെ നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. അതേതാണെങ്കിലും ഉഷാറായി. ആ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇതല്ലേ ഹുദവി ഇത്രയും കാലം ഞങ്ങളിവിടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളുടെ ബഹുമാനപ്പെട്ട റഫീഖ് സലഫിയുടെ ഈ ഒരു പ്രഖ്യാപനം കേട്ടാൽ ഹുദവിയുടെ ചെറിയൊരു ഭാഗമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് പ്രസംഗത്തിൽ പറയുന്ന വിഷയം ഉറൂസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾ, ആന, ചണ്ട, മേളം, ഡാൻസ്, മ്യൂസിക്, പാട്ട് തുടങ്ങിയ പേക്കൂത്തുകൾ, ഇതൊക്കെ കാണിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആളാണ്, മൗലിദ് വലിയ സംഭവമാണ് എന്ന് പാടില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ആ പറഞ്ഞതിൻ്റെ വിഷയം. അതിന് ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് റഫീഖ് സലഫി അങ്ങോട്ട് ന്യായീകരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോസ് കാണുമ്പോൾ ആളുകൾ എന്താ തെറ്റിദ്ധരിക്കുക, ഹുദവിയും മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ ഇതിനു മുമ്പ് നേതൃത്വം അതിന് നൽകിയിരുന്നു, ഇപ്പോൾ അതിനെ എതിർക്കണി എന്നല്ലേ. എന്നാ കേട്ടോ സലഫിയെ, ഒന്നാമത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോസ് സിംസാറുൽ ഹക്ക് ഇതിന് മുമ്പ് പറയപ്പെട്ട പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരുപാട് മുമ്പ്. അപ്പോഴും അതിൻ്റെ മുമ്പും ഇപ്പോഴും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും മരണം വരെയും സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ നിലപാട് ഇത് തന്നെയാണ് സലഫി. ഇത് ഇപ്പം അങ്ങോട്ട് തിരുത്തപ്പെട്ടതല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുക, സലഫികളെ മുഴുവൻ വെല്ലുവിളിക്കുക, ഇത്തരം അനാചാരങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അതിന് നേതൃത്വം നൽകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് പോട്ടെ, ഇത് നിങ്ങളുടെ നാട്ട് ഒരു ആചാരമല്ലേ, മതസൗഹാർദ്ദമല്ലേ, നിങ്ങളുടെ ഒരു കൂട്ടായ്മയല്ലേ എന്നും പറഞ്ഞിട്ട് ഇതാ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ വക ഒരു 100 രൂപ അത്തരം അനാചാരങ്ങൾക്ക് സംഭാവന കൊടുത്ത ഒരു പണ്ഡിതനെ കാണിച്ചു തരാൻ പറ്റുമോ? വെല്ലുവിളിക്കുക. ഞാൻ വെറുതെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യരുത് പറഞ്ഞിട്ട് ആളുകളുടെ ഇടയിൽ ഒരു പുകമറ സൃഷ്ടിക്കരുത്. സുന്നത്ത് ജമാഅത്തിൻ്റെ വാർത്താക്കൾക്ക് അവരുടെ നിലപാടിൽ അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം അനാചാരങ്ങൾ അത് ചില വ്യക്തികളുടെ, കമ്മിറ്റിക്കാരുടെ, അത് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട്, പോക്കറ്റ് കുറിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൂട്ടിപ്പിടിച്ച് ഒരു ചെയ്യുന്നു എന്നുള്ളൂ. അതിന് സുന്നത്ത് ജമാഅത്ത് പൊറുപ്പല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമ്യങ്ങൾ അതിന് ഉത്തരവാദിയല്ല, അവരതിന് നേതൃത്വം നൽകിയിട്ടില്ല, അവരുടെ ഒരു സാന്നിധ്യവും ആ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല. അന്നും ഇന്നും എന്നും മരിക്കുന്നതുവരെയും സുന്നത്ത് ജമാഅത്തിൻ്റെ നിലപാട് അത് തന്നെയാണ്. പിന്നെ ഇത്തരം പേക്കൂത്തുകളൊക്കെ കാട്ടിക്കൂട്ടുന്ന കമ്മിറ്റിക്കാർ, അതിൻ്റെ ഭാരവാഹികൾ ഒരു കണ്ടെത്തുന്ന ഒരു ന്യായീകരണമുണ്ട്. ഇത് നാട്ടു നടപ്പാണ്, ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ്, ഇത് മതസൗഹാർദ്ദമാണ്, ഇത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. എന്ത് ഒലക്കുകയാണെങ്കിലും നിങ്ങൾ എങ്ങനെ ന്യായീകരിച്ചാലും ഈ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരങ്ങൾക്ക് മണ്ണിനടിയിൽ എന്താവില്ല, പ്രതിഫലം കിട്ടില്ല. അതിന് തക്കതായ ശിക്ഷ ഖബറിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. അവിടെ ഒരു വിട്ടുവീഴ്ച എന്താവില്ല, റബ്ബിൻ്റെ ഭാഗത്ത് കിട്ടൂല. ഖബറിൽ കിടക്കുമ്പോൾ ഞാൻ പള്ളി പ്രസിഡൻ്റായിരുന്നു, ഞാൻ സെക്രട്ടറി ആയിരുന്നു, ഞാൻ ഇന്ന ആളായിരുന്നു, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പള്ളിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ ഇന്ന തങ്ങളുടെ പേരക്കുട്ടിയാണ്, ഇന്ന മൊല്ലാനിയാണ്, മൗലാനി എന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ എന്താവില്ല. മണ്ണിൻ്റെ അടിയിൽ ഈ കാട്ടിക്കൂട്ടുന്ന തോന്നിയാവാസങ്ങൾക്ക് അതിൻ്റെ ശിക്ഷ കിട്ടുന്നല്ലാതെ റബ്ബിൻ്റെ ഭാഗത്ത് എന്താവില്ല, ഒരു പുണ്യം കിട്ടൂല. അത് മൂക്ക് കീഴ്പ്പെട്ടുള്ള അരിയാഹാരം കഴിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അവരവരുടെ കൽബിലെ ഈമാനിക ബലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് സലഫി എന്ത് ചെയ്യണ്ട, ആ പോസ്റ്റിൽ കയറിയിട്ട് ഗോളടിക്കാൻ നോക്കണ്ട. അപ്പോൾ ഏതെങ്കിലുമൊക്കെ മക്ബറിൽ പോയിട്ട് ഉറൂസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും തോന്നിയ വാസങ്ങൾ, തെണ്ടിത്തരങ്ങൾ കാട്ടുന്നുണ്ടെങ്കിൽ, ഹറാമിയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്ത് പൊറുപ്പല്ല. ഏതെങ്കിലും മക്ബറിൽ ആരെങ്കിലും പോയിട്ട് സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിലെ പണ്ഡിതന്മാരുടെ നിർദ്ദേശമല്ല, അവരതിൽ ഉത്തരവാദിത്തമല്ല. ഇത്തരം കാര്യങ്ങൾ പാടില്ല എന്ന് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്, ഇനി ഇവിടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും.